ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തലേ ദിവസമൊക്കെ അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒട്ടും തേങ്ങ ചേർക്കാണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. അതായത് പച്ചരി, അവൽ, ചോറ്, അതുപോലെ ഉപ്പ്, പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് കുറച്ച് ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചേർത്തിട്ട് അരച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്കിനി അപ്പം ഉണ്ടാക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല, തിക്ക് മാവിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി വേണം. പക്ഷേ ഞാനിപ്പോൾ വേറൊരു തരത്തിലുണ്ടാക്കുന്നത് ഡയറക്റ്റ് ഒഴിച്ച്, ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ, ഡയറക്റ്റ് ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് വെറുതെ ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോഴും നല്ല രസമാണ്. അപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ലൂസായിട്ട് അരച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ചുറ്റിയിട്ടുള്ള അപ്പം അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി പോലെ ഒരു രസം തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നല്ല തിക്ക് മാവിലാണ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ അങ്ങനെ തോന്നി, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടത്. അപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൽ ഇത്തിരി അധികം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അപ്പമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ അപ്പമൊക്കെ റെഡിയായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി കനത്തിലൊക്കെ കഴിക്കും കേട്ടോ. അതായത് രാത്രി ഞങ്ങൾ ഒരു 7 മണി 7:15 ഉള്ളിൽ ഡിന്നർ ഫിനിഷ് ആക്കും. അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ എല്ലാവർക്കും വിശക്കും നന്നായിട്ട്. അപ്പോൾ എന്താ രാവിലെ ഹെവി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് അപ്പം, കടലക്കറി, ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ദോശ, ചട്നി, ചമ്മന്തി, പിന്നെ പൂരി, മസാല, അതുപോലെ പുട്ട്, കടലക്കറി, അങ്ങനെ ഇച്ചിരി ഹെവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അത്യാവശ്യം കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എനർജിയിലാണ് അന്നത്തെ ദിവസം പോകുന്നത്. പിന്നെ ഡിന്നറും ലഞ്ചും ഒക്കെ ചെറുതായിട്ട് കഴിച്ചാലും മതിയല്ലോ. പിന്നെ വൈകുന്നേരം ചായ കുടിക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ അമ്മ മാത്രമാണ് ചായ കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതേ നമുക്ക് ഓർഡർ ചെയ്ത ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് മീഷോന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി മേടിക്കണം വിചാരിക്കുന്നത്. ബാംഗിൾസ് ഞാൻ അധികം മേടിക്കാറില്ല. മറ്റ് നെക്ലസും മറ്റുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് കുറേ ദിവസമായിട്ട് ഞാൻ നോക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഡെലിവറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓക്സിഡൈസറിൻ്റെ നമുക്ക് ഈ ജ്വല്ലറിയാണ് കേട്ടോ. നമുക്ക് കുർത്ത, അതുപോലെ ജീൻസും, അതുപോലെ ഷോർട്ടപ്പ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാംഗിൾസാണ് കേട്ടോ ഓക്സിഡൈസറിൻ്റെ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില എല്ലാ കളറുകളും അതിനകത്തുണ്ട്. അപ്പോൾ ഒരുവിധം നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ മാച്ചായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ഗോൾഡിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഗോൾഡിൻ്റെ ഒന്നും അധികം ആരും ഇടുന്നില്ല. ഞാനും പൊതുവേ ബാംഗ്ലൂർ വന്നേ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോൾ എടുത്തിടാനും ഒക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലൊരു ബാംഗിൾസാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടിയും പെയർ ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ വന്ന് ഒന്നുകൂടി എടുത്തപ്പോൾ നല്ല കളറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 133 ആണ് കേട്ടോ. അപ്പോൾ ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും മീഷോയിലും തപ്പിയാൽ മതി, കിട്ടും കേട്ടോ. ഒരുപാടുണ്ട്. ഞാനൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ മോളിതേ നല്ല ഡ്രോയിങ്ങിലാണ് കേട്ടോ. മോള് നന്നായിട്ട് വരയ്ക്കും കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പറയുന്ന ആളാണ്. അവളുടെ ഫ്യൂച്ചറൊക്കെ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങി. ഇങ്ങനെയാണ്, ഇതിനാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ. എനിവേ നമുക്ക് നോക്കാം എന്താണ് അവൾ ഇൻട്രസ്റ്റ് എന്ന്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു കാര്യമാണല്ലോ ഡ്രോയിങ്, ഒരു ആർട്ടൊക്കെ അറിയണത്. നന്നായിട്ട് വരയ്ക്കട്ടോ. നോക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അതേപോലെ വരച്ച് അതേപോലെ ഷെയ്ഡൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നത്. അല്ലാത്ത ദിവസമൊക്കെ സ്കൂളും ട്യൂഷനും ഡാൻസ് ക്ലാസ്സൊക്കെ ആയിട്ട് ഭയങ്കര ഫുൾ പാക്കാണ്, തിരക്കാണ്. എന്നാലും അത്യാവശ്യം മൊബൈൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ മൊബൈൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം കാണിച്ചു കൊടുത്തത് കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാം AI ടെക്നോളജി ആണല്ലോ. അപ്പം കൂടുതൽ ലൈഫും കൂടുതലും സിമ്പിളും ഫാസ്റ്റൊക്കെ ആയി തുടങ്ങി. അപ്പോൾ കുട്ടികൾ എക്സ്ട്രാ എന്ത് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുന്നു അതിനാണ് കൂടുതൽ സ്കോപ്പും വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ കിച്ചണിൽ വന്നു. കിച്ചണിൽ ഞാൻ കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൽ ചിക്കൻ ഉണ്ട്, മല്ലിയില, ഉള്ളി, കേട്, റൈസ്, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും. ഇന്ന് ലഞ്ചിന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുവിധം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി,
അതുപോലെ 5-6 പച്ചമുളക് അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യാനായിട്ട് ജാറിൽ വെച്ചിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഉള്ളി വറുത്തിട്ടാണ് ഞാൻ ബിരിയാണിയിൽ സവാള ചേർക്കാറ്. അപ്പോൾ ഇന്ന് വറുക്കുന്നതിന് പകരം എയർ ഫ്രയറിലൊന്ന് വറുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 സ്പൂണ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൊരിയാനാണെങ്കിൽ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള വെർഷൻ നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ഓപ്ഷനാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എയർ ഫ്രയറിലുള്ള അറ്റംപ്റ്റ് കേട്ടോ. ഒക്കെ എന്താവുന്ന ഒരു പിടിയില്ല കേട്ടോ. സാധാരണ നല്ല മുരിഞ്ഞ് വരുന്ന സവാള ചേർക്കുമ്പോഴാണ് ചിക്കൻ്റെ മസാലയ്ക്കും അതേ കളറും ടേസ്റ്റും വരുന്നത്. എനിവേ ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് കൊടുത്തു 180 ഡിഗ്രിയിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതായിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ഷ്രിങ്കായിട്ട് വരണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു 5 മിനിറ്റ് കൂടി വെച്ചു കേട്ടോ. 5 മിനിറ്റ് കൂടി വെച്ചപ്പോൾ മൊത്തം 15 മിനിറ്റ് വെച്ചു. 15 മിനിറ്റ് വെച്ചപ്പോൾ കിട്ടിയ ആ ഒരു ബ്രൗണിഷ് കളറാണ് ഞാൻ എടുത്തത്. പക്ഷേ കുറച്ചുകൂടി നേരം കൂടി വെക്കുമായിരുന്നെങ്കിൽ ഒന്നുകൂടി ബ്രൗൺ ആയി കിട്ടിയേനെ കേട്ടോ. ഞാനത് റിസ്ക് എടുത്തില്ല, എനിക്ക് കരിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റാണ് വെച്ചത്. ഒരു 20 മിനിറ്റ് വെച്ചാൽ കറക്റ്റായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ചിക്കനിൽ മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതൊരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഈ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഇതിനകത്ത് മസ്റ്റ്. ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഒരു 4 സവാളയിൽ 1 സവാള ഞാൻ റോ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൈര് വേണം. പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. മല്ലിയില പുതിനയില നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ വറുത്ത ഉള്ളി ഇട്ടിട്ടുണ്ട്. തൈര്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർക്കുന്നത് കേട്ടോ. എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് ഒരു 6-7 എണ്ണം ചേർക്കാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടി കേട്ടോ. വേറെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കാറില്ല. അപ്പോൾ കട്ട് ചെയ്യുന്ന ഈ പച്ചക്കറികൾ, അതായത് തക്കാളി, ഉള്ളി, അതുപോലെ മല്ലിയില എല്ലാം ഒന്ന് തിന്നായിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തുവാണെങ്കിൽ പെട്ടെന്ന് ചിക്കൻ വേവും ചെയ്യും. അതുപോലെ തന്നെ നല്ല മസാലയായിട്ട് മിക്സായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഉള്ളി വറുത്ത് ചേർക്കുന്നത് നല്ല ബ്രൗണിഷ് കളറാണെങ്കിൽ നല്ല കറിക്ക്, നല്ല മസാലയ്ക്ക് നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ. ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല ആ ഒരു ബ്രൗണിഷ് കളറിലാണ് ആ ചിക്കൻ മസാല ഇരിക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് തിക്കായിപ്പോയി. അപ്പോൾ ഒന്ന് വെന്ത് വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും കേട്ടോ. ഇത് തട്ടിപ്പൊത്തി 1 മണിക്കൂർ തലേ ദിവസം നൈറ്റ് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നന്നായിട്ട് മസാല പിടിക്കും ചെയ്യും കേട്ടോ. ഒട്ടും ഓയിൽ ഞാൻ ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ നമുക്ക് കുഴച്ച് വെക്കുമ്പോൾ 1 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർക്കുവാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് മസാലയും ചിക്കനും എല്ലാം കുഴഞ്ഞ് നല്ലൊരു മസാലയായിട്ട് നമുക്ക് ബിരിയാണി മസാലയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എരിവിന് ആകെ കൂടി നമ്മൾ ചേർത്തത് പച്ചമുളകാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഇത്തിരി അധികം ചേർക്കുന്നതാണ് ഈ മസാലയ്ക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ. റൈസ് ഞാൻ കുക്കറിൽ 1 വിസിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് വേവിച്ച് അത് ദമ്മിട്ടാലും മതി കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ കുക്കറിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് പട്ട, ഗ്രാമ്പു, ക്ലോവ്, ഏലക്ക, ബേ ലീവ്സൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അതിലിട്ട ആ ജിഞ്ചറും പച്ചമുളകും ഗാർലിക്കും കൂടി ചേർത്തത് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അരിഞ്ഞത്. പിന്നെ നമുക്ക് റൈസും കൂടി ഇട്ടിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മല്ലിയില, പുതിനയില ഞാൻ എൻ്റെ ബിരിയാണിയിൽ നിറച്ച് വിടും കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അരിയൊക്കെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മസാല അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ കുക്കറിനകത്ത് വെക്കുമ്പോൾ 1 കപ്പിന് 1.5 മതിയാവും കേട്ടോ. 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കരുത് വിസിൽ ചെയ്തെടുക്കുമ്പോൾ, അപ്പോൾ ഓവർ കുക്കാവും. 1.25 1.5 മതി 1 കപ്പിന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഞാൻ അളന്ന് വെച്ചിരുന്നു, അത് തിളച്ചപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഒറ്റ വിസിലാവുന്നതും ഹൈ ഫ്ലെയിമിൽ ഒറ്റ
ഒറ്റ വിസിലാവുന്നതും നമ്മൾ ഓഫ് ചെയ്തിടണം കുക്കറിലൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓവർ കുക്കായി കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ വിസിൽ വരാൻ നേരം ആകുമ്പോഴത്തേക്കും നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ ഫ്ലെയിം പോയ ശേഷം നമുക്ക് തുറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു വിസിൽ വന്നത് ഓഫ് ചെയ്യാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമ്മൾ വീടുകളിൽ ബിരിയാണി വെക്കുന്നത്. ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനോ ഒക്കെ വരണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബിരിയാണി എളുപ്പമാണ് വെക്കാനായിട്ട്. വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ബിരിയാണി വെക്കാത്ത വീടുകളിൽ നിന്ന് വളരെ കുറവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇത്രയധികം ഓയിലും അതുപോലെ നെയ്യൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബിരിയാണി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ചെറിയ മാറ്റമൊക്കെ കൊടുത്ത് നെയ്യും ഓയിലൊക്കെ കുറച്ച് ഉപയോഗിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയണ റെസിപ്പിയൊക്കെ തന്നെയായിരിക്കും. എന്നാലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണ്ടേ, ബിരിയാണിയൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.